ചേട്ടനോട് ഞാൻ ചോദിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ചേട്ടൻ എങ്ങനെ ഈ ചേട്ടന് ഒരു നിരീശ്വരവാദി അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകളും ഇതും കാണാറുണ്ട്. അത് എങ്ങനെയാണ് ചേട്ടൻ ഇങ്ങനെ ഞാനെങ്ങനെ നിരീശ്വരവാദിയായി എന്നുള്ളതാണ്? നിരീശ്വരവാദി ഇപ്പം നിരീശ്വരവാദി ഈസി ആയിട്ട് ആവാൻ പറ്റും. പക്ഷേ അല്ലല്ല, നിരീശ്വരവാദി ഈസി ആയിട്ട് ആവാൻ പറ്റുന്ന വിഷയമുണ്ടോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചേട്ടൻ്റെ കേസിൽ സ്പെഷ്യലും ഈ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ ഇത്തിരി ഒരു ഈസി അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ. കാരണം കുറച്ച് ഈ പിയർ പ്രഷർ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിയർ പ്രഷർ എല്ലാ മതങ്ങൾക്കും പിയർ പ്രഷർ ഉണ്ട്. അതെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഏറ്റവും തീവ്രമായിട്ട് മതത്തിനകത്തുള്ള യാഥാസ്ഥിതിക ഫാമിലിയിൽ നിന്ന് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പിയർ പ്രഷർ വരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഒന്നും ഫാമിലിയിൽ അങ്ങനെ ഒരു ഫാമിലി കുറച്ച് ഇതാണ്. അത് എക്സ്പെഷ്യലി എൻ്റെ മമ്മിയുടെ ഒക്കെ ഫാമിലി എന്ന് പറഞ്ഞാൽ, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മാച്ചൻ കല്യാണം കഴിച്ചത് നമ്മുടെ കൂത്താട്ടുകുളം ടൗൺ ഹാളിൽ. അതായത് 40 വർഷം മുമ്പ്. എനിക്ക് 50 വയസ്സായി. 40 വർഷം മുമ്പ് 1980s എൻ്റെ അമ്മാച്ചൻ അമ്മായി അവർക്ക് മതമില്ലായിരുന്നു. അപ്പൊ അത് ഞാൻ കണ്ടു. എൻ്റെ രണ്ടാമത്തെ ഒരു അമ്മാച്ചൻ കല്യാണം കഴിച്ചത് എൻ്റെ അമ്മ വീടിൻ്റെ മുറ്റത്ത് പന്തല് കെട്ടിട്ട് അവിടെ ആൾക്കാരെല്ലാം വന്നു. രജിസ്ട്രാറെ അങ്ങോട്ട് ക്ഷണിച്ചു. അങ്ങേര് അവിടെ വന്നു. അങ്ങേരുടെ മറ്റേ രജിസ്ട്രയിൽ വീട്ടിൽ വെച്ച് സൈനിട്ടു. എല്ലാവർക്കും സദ്യ കൊടുത്ത് പോയി. ഇതൊക്കെ ഞാൻ എൻ്റെ 10 വയസ്സ് 12 വയസ്സുള്ള സമയത്ത് ഇതൊക്കെ കാണുന്നതാണ്. അന്ന് മുതലേ നമുക്ക് ഇത്, അപ്പൊ ഇവരൊക്കെ അമ്മാച്ചന്മാരൊക്കെ ഇങ്ങനെ താമസിക്കുന്നു, ഇങ്ങനെ ജീവിക്കുന്നു. അപ്പൊ നമ്മളെയൊക്കെ എന്നും എല്ലാ ആഴ്ചയിലും പള്ളി വിടുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ അതിലേക്കൊന്നും അധികം പോകുന്നില്ല. പക്ഷെ നമുക്കറിയായിരുന്നു ഇങ്ങനെ ജീവിക്കാൻ മനുഷ്യൻ. അന്ന് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ലല്ലോ. പക്ഷെ ഞാനിവിടെ ഓസ്ട്രേലിയ വന്ന് ഇപ്പൊ 13 വർഷമായി. ഈ 13 വർഷം മുമ്പ് ഞാൻ വരുമ്പോൾ ഞാൻ പള്ളി പോയിക്കൊണ്ടിരുന്നു. ഈ ഞാൻ പല വീഡിയോയിലും എൻ്റെ പോകുന്നോണ്ടൊന്നും പ്രശ്നമില്ല. പോകുന്നതിന്റെ അല്ല, ഞാൻ എങ്ങനെ ഇത് കൺവേർട്ട് ആയെന്ന് ഞാൻ പറയാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതാണ് പെട്ടെന്ന് ഞാൻ മാറാനുള്ള കാര്യം. കാരണം നമുക്ക് അതുവരെ അറിയാം ഇതൊക്കെ ചുമ്മാ ഉടായ്പാണ്, തട്ടിപ്പാണെന്നൊക്കെ ഉള്ള എനിക്കൊരു ഇങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്ന അങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഞാൻ. പിന്നെ പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഇൻസിഡൻറ്റ് ആണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറ്റിയത്. അതായത് ഇവിടെ ഈ ഒരു ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കൊച്ചിൻ്റെ മാമോദീസ ഒരച്ഛൻ മുടക്കി. അപ്പോൾ എൻ്റെ ആ കൊച്ചിൻ്റെ പേരൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ഹോള് അത് വേറൊരു പള്ളിയിലായിരുന്നു. ആ പള്ളിയിലെ ഹോളിൽ വിളിച്ചിട്ട് അത് മുടക്കി. അപ്പം അത് അവർ തമ്മിലുള്ള ഒരു ചെറിയ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഇതിൻ്റെ പേരിലാണ് ഇതെല്ലാം ഇങ്ങനെ ഒരു വൈദികം ചെയ്യുന്നത്. ഏത് ക്രിസ്ത്യാനി ആയ ഒരു കൊച്ചിൻ്റെ മാമോദീസ മുടക്കുക ഒരാൾ ഈ ഒരു വൈര്യം കാരണം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ. അതായത് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ പോലും ക്രിസ്ത്യാനി ആക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവനാണ് ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻ വൈദികൻ എന്ന് പറഞ്ഞത്. ആ വൈദികനാണ് ഈ മാമോദീസ മുടക്കാൻ ശ്രമിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ചെയ്ത് ഞാനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ശരിക്കും ഇരുത്തി ചിന്തിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ശരിക്കും പറഞ്ഞാൽ അതാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഒരു വൈദികൻ ഈ ബൈബിളിൽ പറഞ്ഞേക്കുന്നതിനോട് പുലബന്ധമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളൊക്കെ ഞാൻ ശരിക്കും ചിന്തിച്ചത്, ഇത് ശരിയായ ഒരു ഇതല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി വൈഡായിട്ടൊക്കെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കും. അന്ന് വരെ ഞാൻ എവിടെ ജീവിച്ചോ ഏത് സമുദായത്തിലായിരുന്നോ അത് മാത്രമെന്നും പറഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു ആളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എലാബറേറ്റ് ആകുന്നത്. മൊത്തത്തിൽ ഞാൻ ചേഞ്ചായി. പിന്നെ നമ്മുടെ 10 വർഷം മുമ്പ് അപ്പോൾ അന്ന് നമ്മുടെ രവീന്ദ്രൻ, അതുപോലെ തന്നെ നമ്മുടെ മൈത്രേയൻ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ ഈ ചിന്തകൾ, അതുപോലെ തന്നെ നമ്മുടെ ആരിഫ് ഹുസൈൻ അന്നില്ല, ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ പുള്ളിയെ കണ്ടിട്ടില്ല. മറ്റേ വേറൊരു പാർട്ടിയുണ്ട്, ജബ്ബാർ മാഷ് എന്നും പറയുന്നത്. അങ്ങേരുടെ കുറെ ഇത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്ക് നമുക്ക് ആക്സസിബിൾ ആണ്.
പണ്ട് ഈ ഇടമറുകെന്നും പറഞ്ഞിട്ട് അങ്ങേരുടെ ബുക്കുകളായിരുന്നു ഉണ്ടായിരുന്ന, അതൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ വായിച്ച് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയായിരുന്നു. പക്ഷെ ഇതൊക്കെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയപ്പം ഞാൻ സ്വന്തം ചിന്തിക്കാൻ തുടങ്ങി, ഇത് ആണല്ലോ കറക്റ്റായിട്ടുള്ള കാര്യം. ഇതിനകത്ത് അപ്പോൾ പിന്നെ ഈ രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനെപ്പറ്റി ചിന്തിച്ചു. ഇത് എല്ലാം ഒരു എനിക്ക് ഫീൽ ചെയ്ത് ഇത് മൊത്തം തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു എല്ലാ മതങ്ങളിലും ഉണ്ട് ചൂഷണമാണ്. അപ്പൊ അതിനു വേണ്ടി പിന്നെ മതത്തിനകത്ത് ആകെപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ. ഇപ്പൊ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ഈസി സോഷ്യലൈസേഷൻ. ഇപ്പൊ നമ്മളെപ്പോലെ ഇപ്പൊ ബൈക്കേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണ, ഇവര് ബൈക്ക് ഓടിക്കണം, 4 വീൽ ഡ്രൈവ്. ഇപ്പൊ എനിക്കുള്ള അതാണ്, 4 വീൽ ഡ്രൈവിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ 4 വീൽ ഡ്രൈവറാണ്. ഇതൊന്നും ആകാത്ത ആൾക്കാരാണല്ലോ വാസ്റ്റ് മജോറിറ്റി. അപ്പൊ അവർക്ക് ഈസി ആയിട്ട് സോഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പള്ളിയും ഏത് മതമാണേലും അമ്പലവും അതുപോലെ തന്നെ മോസ്ക്, അവിടെയൊക്കെയാണ് അവർക്ക് ആ ഒരു ഇൻക്ലൂഡ് ഇത് കിട്ടുന്നത്. പിന്നെ ചേട്ടൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ പോലെ വിശ്വാസിയാവാനാണ് ഏറ്റവും എളുപ്പം. വിശ്വാസിയാവാൻ പ്രത്യേകിച്ചൊന്നും എന്ത് കാര്യത്തിനും മറ്റേന്ന് പറഞ്ഞാല് നമ്മള് ഒന്ന് ഈ ആൾക്കാരുടെ എല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. ഇവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തും, അതിനെ ഫേസ് ചെയ്യണം. ഫാമിലിയിൽ നിന്നുള്ള ഏതൊക്കെയാലും ഞാൻ ഭാഗ്യവാന്. എനിക്ക് പിന്നെ വൈഫാണേലും പിള്ളേരാണേലും അവരും പള്ളിയിൽ പോകുന്നില്ല, നമ്മള് മൊത്തത്തില് അതിൽ നിന്ന് വിട്ടു. അപ്പം ആ കാര്യത്തിൽ ഞാൻ ഒത്തിരി ഭാഗ്യവാനാണ്. പക്ഷെ ഒത്തിരി ഫാമിലിയിൽ ഒരാൾക്ക് മാറണം എന്നുണ്ട്, മറ്റേ ആള് വലിച്ചോണ്ട് പോകും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുറച്ച് പേര് എന്നെ വിളിക്കാറുണ്ട് പേഴ്സണലി. ഈയിടെ ബെൻഡിഗോ എന്നൊരു പാർട്ടി വിളിച്ചായിരുന്നു. പുള്ളിക്കൊക്കെ ഈ പറഞ്ഞ പോലെ മാറണമെന്ന്, പക്ഷെ വൈഫ് സമ്മതിക്കുമല്ല. കൂടുതലും ആണുങ്ങൾക്കാണ് അത്. പിന്നെ അത് ഇപ്പൊ വൈഫിന് പോകണമെങ്കിൽ വൈഫ് പൊക്കോട്ടെ, അത് നമ്മൾ നോക്കണ്ട. നമ്മള് ഇതെല്ലാം നമ്മൾ ഈ വൈഫ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽ വ്യക്തിയായിട്ട് കാണുക. ആ വ്യക്തിയുടെ ഇഷ്ടത്തിന് പൊക്കോട്ടെന്ന്. നമ്മള് നമ്മുടെ ഇഷ്ടത്തിന്, നമുക്ക് അവർക്ക് പോണേ അവരും അതുപോലെ തന്നെ നമ്മളെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഇത് ആകാൻ പറ്റും എന്നുള്ളതാണ്. ശ്രീയൊക്കെ ആ ഒരു ലൈനിലാണ്. അതെ ഞാൻ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2018 ആയപ്പോഴാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് പോയത്. പക്ഷേ എന്നാൽ പോലും വിശ്വാസിയായിരുന്ന സമയത്താണെങ്കിൽ പോലും ഞാനിവിടെ ഓസ്ട്രേലിയ വന്ന സമയത്ത് തന്നെ എന്നെ പല ആൾക്കാരും, എൻ്റെ പേരൻസ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള, അപ്പം വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കാന്നൊക്കെ വിളിച്ച്. അപ്പോഴേ ഞാൻ അവരുടെ അന്ന് വിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പ് മീൻസ് ഹിന്ദു അല്ല, അങ്ങനെ ഇതിപ്പോ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്രിസ്ത്യൻസിന് ഇതേ ഉള്ളൂ. ആദ്യമേ വരുമ്പോഴേ ഇതിനകത്ത് ചേട്ടാ ഇതാ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ആ ഒരു ഇതാ ഇപ്പം ക്രിസ്ത്യൻസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദുക്കൾക്ക് തോന്നുന്നു അവര് ചെയ്യുന്നു, ഞങ്ങൾക്കും ചെയ്യണം. ഇതാണല്ലോ ശരിക്കും സംഭവിക്കുന്നത്. അപ്പം ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ വന്ന സമയത്ത് 2012-13 സമയത്ത് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് നമുക്ക് ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന പോലെ ചെയ്യണം. അപ്പോഴേ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ വിശ്വാസിയാണ്, ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മുടെ നാടോ ഇതൊക്കെ കാണിച്ച് കുട്ടിച്ചോറാക്കി, അതുകൊണ്ട് എനിക്ക് താല്പര്യം. അപ്പൊ ഞാൻ ഒരിക്കലും വിശ്വാസം ആരുന്ന സമയത്ത് പോലും ഈ ഒരു പരിപാടിക്ക് പോകത്തില്ലായിരുന്നു. പേഴ്സണലായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിൽ അത് ഇതില്ലാതെ ജീവിക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ. അല്ല, ഇതൊക്കെ വേണമായിരുന്നു നമുക്ക് നാട്ടിൽ തന്നെ അങ്ങ് നിന്നാ പോലും. അതെ, ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ ഒരു നല്ലൊരു കൺട്രി വന്നിട്ട് അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഇത്രയും നല്ലൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഈ നല്ലൊരു ഫെസിലിറ്റി തന്നാൽ പോരായിരുന്നു. അത് തരാൻ പറ്റാത്ത ഒരു ദൈവം ഇനിയിപ്പോ ഇവിടെ വന്ന് അപ്പോൾ ഇതൊക്കെ അല്ല, ഇത് മൈത്രേയം പറയുന്നതാണ് ഇന്നത്തെ ഒരു കറക്റ്റ് ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. അതായത് നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതാവും. ഇപ്പോൾ ഓസ്ട്രേലിയ ഒരു 25-30 വർഷം മുമ്പ് ഇതുപോലെ ഭയങ്കര മതം ഉള്ള ഇതായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടപ്പോൾ സാഹചര്യം മെച്ചപ്പെടുമ്പോഴാണ് നമ്മള് ദൈവത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അത് ശരിയാ. അത് കാരണം അതുവരെ ഇവര് ചൂഷണം ചെയ്യപ്പെടും. അന്നേരം നമ്മൾ ചിന്തിക്കും വാട്ട് ഇസ് എ പർപ്പസ്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് വരും. ആംബുലൻസ് വരും, പോലീസ് വരും, നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ഫെസിലിറ്റി ഇല്ല. അപ്പൊ പിന്നെ നമ്മള് ആൾക്കാർ കൂടണം, സോഷ്യലൈസേഷൻ വേണം, നമ്മുടെ അയൽവക്കംകാർ വേണം, ഇതെല്ലാം വേണം. ഇവിടെ നമുക്ക് അയൽവക്കം ഇല്ല, ആരും ഇല്ല. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അന്നേരം നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ അപ്പൊ ഗവൺമെന്റ് അത്ര സജ്ജമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്.